പാമ്പാടി നെഹ്റു കോളേജ് തുറക്കുന്നതിന് തലേ ദിവസം അന്വേഷണ സംഘം കോളേജിലെത്തി നടത്തിയ അവസാനവട്ട പരിശോധനയിലാണ് രണ്ടാം പ്രതിയായിട്ടുള്ള ഷംജിത്ത് വിശ്വനാഥന്റെ മുറിയിൽ നിന്നും, ഇത് ഇടിമുറി എന്നാണ് അറിയപ്പെടുന്നത്, ഈ ഇടിമുറിയിൽ നിന്നും ജിഷ്ണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ നിന്നും രക്തക്കറകൾ കിട്ടിയിരുന്നത്. ഈ രക്തക്കറകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഈ രക്തക്കറകൾ ഇപ്പോൾ ജിഷ്ണുവിൻ്റെതാ തന്നെയെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കാരണം O പോസിറ്റീവ് രക്തമാണ് ജിഷ്ണുവിൻ്റേത്. ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ളതും O പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ കൂടുതൽ കോടതിയിലെത്തുമ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ആവശ്യമാണ്. ഇതിനായാണ് മാതാപിതാക്കളുടെ DNA പരിശോധന നടത്തി രക്തസാമ്പിൾ ശേഖരിക്കുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി അന്വേഷണ സംഘം നാദാപുരത്ത് എത്തും. തൃശ്ശൂരിൽ നിന്നും അവർ പുറപ്പെട്ടിട്ടുണ്ട്. മാതാപിതാക്കളോട് നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വെച്ചായിരിക്കും DNA പരിശോധന നടക്കുകയും ചെയ്യുക. ജിഷ്ണുവിന് മർദ്ദനം ഏറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ നടന്നത് കൊലപാതകമാണ് എന്ന് ആദ്യം മുതൽ തന്നെ ബന്ധുക്കളും മാതാപിതാക്കളും ആരോപിക്കുന്നുണ്ട്. ഇത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഫോറൻസിക് ബലവും പുറത്തു വന്നിരിക്കുന്നത്. കാരണം മർദ്ദനം ആദ്യം മുതൽ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പോലീസിന്റെ FIR-ൽ ഇതിനെ സംബന്ധിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. രക്തത്തുള്ളികളൊന്നും, രക്തം കണ്ടതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. എന്നാൽ സഹപാഠികൾ പറഞ്ഞിരുന്നു ജിഷ്ണുവിന്റെ വായിൽ നിന്നടക്കം രക്തം വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഈ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഫോറൻസിക് ബലം കൂടുതൽ പോലീസിനെ കുഴക്കുന്നത് തന്നെയാണ്. അമൽ.